കോഴിക്കോട് മേയർ ഒ സദാശിവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സദാശിവൻ, നേരത്തെ ഈ ജയലക്ഷ്മി സിൽക്സിന് തന്നെ മുമ്പൊരിക്കൽ തീ പിടിച്ചതാണ്. ഇപ്പോൾ വീണ്ടും അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഏതായാലും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ യഥാസമയത്ത് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എങ്കിലും ഇങ്ങനെ തുടർച്ചയായ ഒരു തീപിടുത്തം ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് തീ കെടുത്താനുള്ള വലിയ പരിശ്രമത്തിലാണ്. അനേകം വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേയൊക്കെ തീ നിയന്ത്രിച്ചു വരുന്നുണ്ട്. ഏതായാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ തീ പടരുന്നതായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിച്ച മട്ടിലൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? കാരണം ഈ വലിയ 75,000 സ്ക്വയർ ഫീറ്റുള്ള വലിയ കെട്ടിടത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. 2-3 ഫയർ എഞ്ചിനുകളാണ് ഒരേ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നത്. അത് പര്യാപ്തമാണോ അവിടെ? അല്ല, ഫയർ എഞ്ചിൻ കുറെ കൂടുതലുണ്ട്. 3 ഉള്ളത്. 5-6 ഫയർ എഞ്ചിൻ എന്റെ കാഴ്ചയിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ എയർപോർട്ടിലെ വാഹനവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എയർപോർട്ടിൽ കുറച്ചുകൂടി ആധുനിക സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിനാണല്ലോ ഉള്ളത്. അതിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. എന്തായാലും ആളുകൾക്കൊന്നും മറ്റ് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ അല്ലേ? എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം ഒരു വലിയ കാര്യമാണ്. ഏതായാലും ഒരാൾക്കും ജീവഹാനി ഒന്നും പറ്റിയിട്ടില്ല, അപകടവും പറ്റിയിട്ടില്ല. ആശ്വാസമുണ്ട്. എന്താ ഈ തീപിടുത്തത്തിൽ ഒരു അന്വേഷണം ഏത് നിലയ്ക്കായിരിക്കും ഇനി ഉണ്ടാവുക? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ? മനസ്സിലാക്കട്ടെ. തീ കെടുത്തി കഴിഞ്ഞതിന് ശേഷം എന്താണോ എന്നുള്ളത് ഭാവി ആലോചിക്കാം. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഒ സദാശിവൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ബെൻസണിലേക്ക്. ബെൻസൺ, എന്താണ്